എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 3/4 കിലോ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കിനെക്കാട്ടിലൊക്കെ ഒരുപാട് ടേസ്റ്റിയാണ്. ഒരു തവണ നിങ്ങളിന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങിക്കാൻ തോന്നുന്നില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. കറക്റ്റ് 750 ഗ്രാമിൻ്റെയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്തത് വേണമല്ലോ. ആൽക്കഹോളിലോ അല്ലാതെയോ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കുതിർക്കാവുന്നതാണ്. ഏത് രീതിയിൽ കുതിർത്തെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടും നമുക്ക് ഇതേ റെസിപ്പി ഉപയോഗിച്ച് തന്നെ പ്ലം കേക്ക് തയ്യാറാക്കാം. ഇത് ട്രഡീഷണൽ ഒറിജിനൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് സോക്ക് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ മാസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതുവരെ സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി സോക്ക് ചെയ്തോളൂ. മിനിമം 2 ആഴ്ചയെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആൽക്കഹോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിലും സോക്ക് ചെയ്യാവുന്നതാണ്. ആ വീഡിയോ നമ്മൾ 2 വർഷം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 3/4 കിലോ പ്ലം കേക്കിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു അരിപ്പയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇത് സോക്ക് ചെയ്ത ജ്യൂസസ് താഴെ ഇങ്ങനെ ഇറ്റ് വീഴും. ആ ജ്യൂസസ് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഫ്ലേവറിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലം കേക്കിനായിട്ട് നമുക്ക് കാരമൽ സിറപ്പ് വേണം, അതായത് പഞ്ചസാര ഉരുക്കിയത്. അതിനായിട്ട് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര അടികട്ടിയുള്ളൊരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഉരുകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇളക്കേണ്ട ഒന്നും ആവശ്യമില്ല, ഇളക്കരുത്. ഒരു ഗോൾഡൻ കളർ കണ്ടു തുടങ്ങുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഇളക്കി ഉരുക്കിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഉരുകി കിട്ടും. ശേഷം 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത് പതച്ച് വരുന്നത് കാണാൻ പറ്റും. പതയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് കാണാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക, തെറിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നതും അതുകൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് തെറിക്കും. ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഒരു 30 സെക്കൻഡും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് കുറിക്കേണ്ട ആവശ്യമില്ല, കാരണം തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നുകൂടി കട്ടിയാവും. തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടിട്ടാണ് ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ഇരിക്കാനായിട്ട്. കാരമൽ സിറപ്പ് തയ്യാറാക്കി വെച്ചാൽ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് തയ്യാറാക്കി വെക്കുക എന്നുള്ളത്. 2 ലെയർ വെച്ചിട്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഒരുപാട് നേരം എടുത്തിട്ടാണ് നമ്മൾ പ്ലം കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ലെയർ ബട്ടർ പേപ്പർ താഴെയും സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കാം. കേക്ക് ടിന്നിലും ബട്ടർ പേപ്പറിലും എണ്ണ തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിയിരുന്നോളും. കാരമൽ സിറപ്പും ടിന്നും തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 240 ml സൈസിലുള്ള കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. പൊടിച്ച സ്പൈസസ് ഇല്ലയെന്ന് വെച്ചാൽ പൊടിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ അളവ് ഉടനെ പറയാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ വീതം പട്ടയും ഗ്രാമ്പൂവിൻ്റെയും പൊടിയും 1/8 ടീസ്പൂൺ വീതം ഏലക്കായും ജാതിക്ക നട്ട്മെഗും ചുക്ക് ജിഞ്ചർ പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നും പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ 5-6 ഗ്രാമ്പും 1 കഷ്ണം പട്ടയും 1 ഏലക്കായും ചെറിയ കഷ്ണം ജാതിക്കായും ചുക്കും കൂടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലൊന്ന് പൊടിച്ചെടുത്തത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് വലിയൊരു ബൗളിലേക്ക് നമുക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മൈക്രോവേവിൽ ഒന്ന് വെച്ച് ഉരുക്കിയ ബട്ടർ ആവരുത്. റൂം ടെമ്പറേച്ചറിലിരുന്ന് തൊട്ട് നോക്കിയാൽ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പും 3 ടേബിൾ സ്പൂണും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ചെറിയ തരിയുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഫ്ലഫി ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഇത് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നതാണൊക്കെ ഫ്ലഫി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 3 മുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓരോരോ മുട്ടയായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഓരോ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് വരും. ചിലപ്പോൾ 3ാമത്തെ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ പിരിഞ്ഞ പോലെ കാണപ്പെടും. അത് സാരമില്ല, പൊടി ചേർത്ത് കഴിയുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നോളും. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവേഴ്സ് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ 5-6 തുള്ളി വനില എസൻസ്, 1 ടേബിൾ സ്പൂൺ ജാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിപ്പുറം ഗ്രേറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കാരമൽ സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. ലോ സ്പീഡിലിട്ട് 10 സെക്കൻഡ് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിൽ കൂടി ഇതുപോലെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ 2-3 ട്രിപ്പായിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ തവണയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ജെൻറ്റിലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
സോഫ്റ്റായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. ഓവർ മിക്സ് ചെയ്യരുത്. ഓവർ മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് അങ്ങ് ഒരുപാട് കട്ടിയായി പോകും. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ജെന്റിലായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ബാറ്റർ ഇപ്പോൾ അധികം ലൂസല്ല, കുറച്ച് കട്ടിയാണ്. ഇത് കുറച്ച് ലൂസാക്കാനും കുറച്ച് ഫ്ലേവറിനായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്ത ആ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ജെന്റിലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് മൈദ കൊണ്ടിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ബാറ്ററിലേക്ക് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും 1/4 കപ്പ് നട്ട്സുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മൈദ കൊണ്ടൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, ഒന്ന് കോട്ട് ചെയ്തിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പം ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും അങ്ങ് കേക്കിൻ്റെ താഴേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ജെന്റിലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ ഫ്ലഫി ആയിട്ടായിരിക്കും ഇരിക്കുക, അതുപോലെ തന്നെ ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കില്ല. ഇനി നമുക്കിതിൽ കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനെടുത്ത കേക്ക് ടിൻ 6 ഇഞ്ചിൻ്റെയാണ്. നിങ്ങൾ എടുക്കുമ്പോൾ 6 ഇഞ്ചിൻ്റെ എടുക്കരുത്. മിനിമം 6.5 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ വേണം എടുക്കാനായിട്ട്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യം ഞാൻ തയ്യാറാക്കി വെച്ച കേക്ക് ടിൻ ഇതല്ലായിരുന്നു. ഞാൻ മറ്റൊരു കേക്കിനായിട്ട് തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് അറിയാതെ ഈ ബാറ്റർ എടുത്ത് ചേർത്ത് കൊടുത്തു പോയതാണ്. ബാറ്റർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. ഒരു സ്ക്യൂർ വെച്ചിട്ട് എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്തോടെ കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ഫ്ലാറ്റ് സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എസ്കേപ്പായി പോകാൻ വേണ്ടിയിട്ടുമാണ്. മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് അവനിൽ ബേക്ക് ചെയ്തെടുക്കാം. പ്ലം കേക്ക് കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. 160 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂറും 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് വേണ്ടി വരും. ടോപ്പ് ആൻഡ് ബോട്ടം ഹീറ്റിംഗ് മോഡിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഏറ്റവും താഴത്തെ റാക്കിൽ വേണം നമ്മൾ കേക്ക് ടിൻ വെക്കാനായിട്ട്. ഒട്ടും വിസ്തീർണ്ണം ഇല്ലാതെ ഒരുപാട് ഹൈറ്റുള്ളൊരു കേക്ക് ടിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ബേക്കായി വരുമ്പോൾ ഇത് നല്ലപോലെ വിണ്ട് കയറും. നിങ്ങൾ മിനിമം 1.5 ഇഞ്ചുള്ളൊരു കേക്ക് ടിൻ വേണം യൂസ് ചെയ്യാനായിട്ട്. അവൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ച് ബേക്ക് ചെയ്യാനെടുക്കുന്ന സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ ഇൻസേർട്ട് ചെയ്ത് നോക്കുക കേക്കിലേക്ക്. അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുക്കായില്ല എന്നാണ് അർത്ഥം. എപ്പോഴാണോ അത് ക്ലീൻ ആയിട്ട് വരുന്നത് അത്രയും സമയം നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. എനിക്കിവിടെ 1 മണിക്കൂറും 15 മിനിറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേക്ക് നമ്മൾ നല്ലപോലെ തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വേണം ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാനായിട്ട്. 1 മണിക്കൂറിന് മേലെയൊക്കെ എടുക്കും ഇത് തണുത്ത് കിട്ടാനായിട്ട്. അപ്പം നമുക്ക് ഈ കേക്ക് ഒന്ന് തൂക്കി നോക്കാം. 750 ഗ്രാം 1/4 കിലോ കേക്കിനുള്ള റെസിപ്പിയാണല്ലോ നമ്മൾ കാണിച്ചത്. അപ്പോൾ 750 അല്ല 786 ഗ്രാം ഉണ്ട്. ഒരു 35 ഗ്രാം മാത്രമാണ് എക്സ്ട്രാ ഉള്ളത്. അത് നമ്മൾ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച ഒരു അണ്ടിപരിപ്പിൻ്റെ വെയിറ്റ് മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് ഒരു 1/4 കിലോയുടെ കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പ്ലം കേക്ക് തയ്യാറാക്കുന്ന ദിവസം തന്നെ കഴിക്കല്ലോ. ഒരാഴ്ചയൊക്കെ കഴിയുവാണെങ്കിലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. മിനിമം ഒരു 2 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ ഇത് മുറിക്കാവുള്ളൂ. അതുവരെ നമ്മളിതൊരു ബട്ടർ പേപ്പറിലും പിന്നീട് ഒരു അലുമിനിയം ഫോയിലും പൊതിഞ്ഞ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലൊന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ട്രഡീഷണലി ഇതിൻ്റെ മുകളിൽ റം വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്യാറുണ്ട്, ബ്രഷ് ചെയ്യാറുണ്ട്. അങ്ങനെയാകുമ്പോൾ 1 മാസം വരെയൊക്കെ ഇത് പുറത്ത് കേടാകാതെ ഇരുന്നോളും. ഫീഡ് ചെയ്യാമെന്ന് പറയും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പ്ലം കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 1/4 കിലോ ആണ് കറക്റ്റായിട്ടുള്ളത്. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ല വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.